കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ്. നല്ല തണുപ്പും കോടയും ഒക്കെ ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു സമയം. ആ ഒരു തണുപ്പും കോടയൊക്കെ ആസ്വദിക്കാനാണ് നമ്മൾ കൊടൈക്കനാൽ പോകുന്നത്. കൊടൈക്കനാൽ ലേക്കും പൂണ്ടിയും കൂക്കാലും ഗുണ കേവ്സും ഒക്കെ കണ്ട് അടിച്ചു പൊളിച്ച് വരുന്ന ഒരു അടിപൊളി ട്രിപ്പ്. വണ്ടർ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടൈക്കനാലിലേക്ക് നമ്മൾ റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ റോഡ് ട്രിപ്പിലെയും പോലെ തന്നെ അതിരാവിലെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം കുതിരാൻ ടണലിലെത്തി. കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് പൊള്ളാച്ചി വഴി വേണം പളനി എത്താൻ. പളനിയിൽ നിന്ന് നേരെ കൊടൈക്കനാലിലേക്ക്. കൊച്ചിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് 250 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതിരാവിലെ സ്റ്റാർട്ട് ചെയ്ത യാത്രയായതുകൊണ്ട് ഒന്ന് നേരം വെളുത്ത് വരുമ്പോഴേക്കാണ് പൊള്ളാച്ചി എത്തിയത്. ഒരു ഞായറാഴ്ച ദിവസമായത് കൊണ്ട് തന്നെ റോഡിൽ ഒട്ടും തിരക്കില്ല. പൊള്ളാച്ചി നഗരമാണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ചായക്കട കണ്ടത്. അത്യാവശ്യം നല്ല വലിയൊരു ചായക്കടയും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒക്കെയുള്ള ഒരു കടയാണിത്. നല്ലൊരു ചായയും പറഞ്ഞു ആ ചായയൊക്കെ കുടിച്ച് ആ തെങ്ങും തോപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുത്തു. പൊള്ളാച്ചിയിലൂടെ യാത്ര ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ധാരാളം തെങ്ങുംതോപ്പും അതുകൂടാതെ വിൻഡ് ഫാമും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. അതിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് വിൻഡ് ഫാം സിറ്റുവേറ്റ് ചെയ്യുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. അത് വേൾഡിലെ തന്നെ 4th ലാർജസ്റ്റ് വിൻഡ് ഫാമും കൂടിയാണ്. ആനമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു എന്ന് പറയുന്ന ബോർഡൊക്കെ വായിച്ച് ഒന്ന് തിരിയുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ദൂരെ കാണുന്ന ആ മലയാണ് പളനിമല. 9 മണിയോടെയാണ് നമ്മൾ പളനിയിലെത്തുന്നത്. പളനിയിലെത്തി ആദ്യം ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഫുഡും കഴിച്ച് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് ഏകദേശം ഒരു 10 മണിയോടെയാണ് പളനിയിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തത്. തമിഴ്നാട്ടിലൂടെയുള്ള റോഡ് ട്രിപ്പ് ഒട്ടും നിരാശപ്പെടുത്താറില്ല. പലതരം കാഴ്ചകളും നല്ല റോഡുകളും നല്ല മനുഷ്യരും ഒക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് തണൽ കിട്ടാൻ വേണ്ടിയാണ് റോഡിന്റെ 2 വശത്തും ഈ വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വെറും തണൽ മാത്രമല്ല ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ കാണുന്നതൊക്കെ പുളിമരങ്ങളാണ്. ഈ പുളിമരങ്ങളിൽ നിന്ന് കിട്ടുന്ന പുളി വിറ്റ് കോടികളുടെ വരുമാനമാണ് തമിഴ്നാട് സർക്കാർ ഉണ്ടാക്കുന്നത്. ഈ പുളിമരങ്ങളുടെ ഇടയിലൂടെ നോക്കുമ്പം നല്ല പച്ചപ്പ് നിറഞ്ഞ വയലും ദൂരെ വലിയ മലനിരകളുമാണ് കാണാൻ കഴിയുന്നത്. പ്രിൻസസ് ഓഫ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കംസ് യു. ഈ ബോർഡ് കണ്ടപ്പം കൂടുതൽ ആവേശമായി തുടങ്ങി. ബോർഡിന്റെ മുന്നിൽ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് മുന്നോട്ടുള്ള യാത്ര പോയത്. ഈ ബോർഡിന്റെ തൊട്ട് മുമ്പിലാണ് കൊടൈക്കനാലിലേക്കുള്ള ചെക്ക് പോസ്റ്റ് വരുന്നത്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്ന ഇ പാസ് കാണിച്ചു കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇ പാസ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിളിൽ കൊടൈക്കനാൽ ഇ പാസ് എന്ന് അടിച്ചാൽ അവരെ വെബ്സൈറ്റ് വരും. അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മളെ ഡീറ്റെയിൽസും വണ്ടി നമ്പറും നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് എത്ര പേരുണ്ടാവുന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ഒരു PDF നമ്മൾ ഇവിടെ കാണിച്ചാൽ മതി. നമുക്ക് സുഖമായിട്ട് എൻ്റർ ചെയ്ത് വരാം. ആ ഒരു ബോർഡ് കഴിയുന്നതോടെയാണ് കൊടൈക്കനാലിലേക്കുള്ള ചുരം കയറി തുടങ്ങുന്നത്. 21 ഹെയർപിൻ ബെൻഡുകളാണ് കൊടൈക്കനാലിലേക്കുള്ളത്. കൊടൈക്കനാൽ എത്താൻ ഇനിയുമുണ്ട് 50 കിലോമീറ്ററോളം. 50 കിലോമീറ്ററോളം വരുന്ന ഡ്രൈവിൽ നമുക്ക് കാടും മലകളും വെള്ളച്ചാട്ടവും ധാരാളം വ്യൂ പോയിന്റുകളും ഒക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. She puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky just two.
നമ്മളെപ്പോഴും ഇതുപോലത്തെ വലിയ വലിയ മലയൊക്കെ കയറി പോകുമ്പോൾ വണ്ടിക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ബ്രേക്ക് കൊടുത്ത ഒരു സ്ഥലമാണ് വരദമ്മ നദി വ്യൂ പോയിന്റ്. ഇതുപോലെ ധാരാളം വ്യൂ പോയിന്റുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ദൂരെ മലനിരകളും അതിന്റെ ഇടയിലൂടെ ഒരു നദി ഒഴുകുന്നതൊക്കെ കാണാൻ കഴിയും. Tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. കൊടൈക്കനാൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ടോൾ ബൂത്താണ് ഈ മുന്നിൽ കാണുന്നത്. ഫാസ്ടാഗ് ഒക്കെ ഉണ്ടെങ്കിലും ഫാസ്ടാഗ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ തന്നെ വാങ്ങിച്ചു. 40 രൂപയാണ് ഇവിടുത്തെ ചാർജ്. ഈ ഒരു ടോൾ ബൂത്ത് കഴിയുന്നതോടെയാണ് നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടം എത്തുന്നത്, സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസും ക്രിസ്ത്യൻ മിഷനറീസും ഒക്കെ കൂടിയാണ് നമ്മൾ ഈ കാണുന്ന കൊടൈക്കനാലിനെ ഒരു ഹിൽ സ്റ്റേഷനാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പല സ്ഥലങ്ങളുടെയും പേര് ഇംഗ്ലീഷ് വേർഡ്സിൽ അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ കടന്നുപോയ വെള്ളച്ചാട്ടത്തിന്റെ പേര് പോലും സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ് എന്നാണ്. ഇതുപോലെ പല സ്ഥലങ്ങളുടെയും പേര് ഇംഗ്ലീഷ് വേർഡ്സിലാണ് അറിയപ്പെടുന്നത്. 12 മണിയോടെയാണ് നമ്മൾ കൊടൈക്കനാൽ എത്തുന്നത്. കൊടൈക്കനാൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ധാരാളം തട്ടുതട്ടുകളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടുകളും പള്ളികളും ഇതൊക്കെയാണ്. 1909 കൊടൈക്കനാലിനെ ഒരു ചെറിയൊരു ടൗൺ ആയിട്ട് രൂപീകരിക്കുന്നത്. കൊടൈക്കനാലിൽ ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്നത് ക്രേക്ക് മോർ ബൈ കൊടൈ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു അടിപൊളി റിസോർട്ടിലാണ്. ഒരു രാത്രിയേക്കാണ് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. 11 മണിക്കാണ് നമ്മളെ ചെക്ക് ഇൻ ടൈം. ഗേറ്റ് ഒക്കെ തുറന്ന് അകത്ത് കയറി റിസപ്ഷനിൽ പോയപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. 1 മണിക്കൂറോളമാണ് റൂമിൽ കയറാൻ പറ്റാതെ പുറത്തു നിന്നത്. റൂം ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞു നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചു. വെറുതെ 1 മണിക്കൂർ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് സമയം ക്യാരംസ് കളിച്ചിരുന്നു. നീണ്ട 1 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് റൂം തുറന്നു തന്നു. വിശാലമായ ബെഡ്റൂമും ഒരു ഹാളും ബാത്റൂമും ഒക്കെയുള്ള നല്ല അടിപൊളി ഒരു റൂമാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവരുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇത്. അത് പിന്നീട് റിനോവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശന്നു തുടങ്ങി. നമ്മൾ ഇവിടെ നിന്നല്ല ഫുഡ് കഴിക്കുന്നത്, പുറത്തു പോയിട്ട് ഫുഡ് കഴിച്ച് പിന്നീട് കുറച്ച് കൊടൈക്കനാലൊക്കെ ഒന്ന് കറങ്ങി വരാനാണ് പ്ലാൻ. ആ ഒരു വീഡിയോ റിസോർട്ടിന്റെ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. ബൈ.